ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാഴയ്ക്ക ബജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്കിവിടെ കടലമാവാണ് ആവശ്യം. കടലമാവിലേക്ക് കുറച്ച് അരിമാവ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ആഡ് ചെയ്യുന്നു. ഇതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നല്ലവണ്ണം കുഴയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് കായംപൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ മാവിൻ്റെ പരുവം ഇതാണ്. നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് അതിൽ ഈ ബബിൾസ് പോലെ ഒന്നും ഇരിക്കാൻ പാടില്ല. അതൊക്കെ ഉടച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അധികം വെള്ളം കൂടാനും പാടില്ല, എന്നാൽ അധികം കുറയാനും പാടില്ലാത്ത പരുവത്തിൽ നമ്മളിത് കുഴച്ചെടുക്കുക. ഇതിനി കുറച്ച് സമയം ഇരിക്കട്ടെ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ വാഴയ്ക്കയുടെ തൊലി ചെത്തി അതിനെ സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ ഗൈസ്, ഈ വാഴയ്ക്കയിലാണ് നമ്മളിന്ന് വാഴയ്ക്ക ബജി ചെയ്യാൻ പോകുന്നത്. പച്ചക്കറിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണിത്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ വാഴയ്ക്കയും നമ്മളിവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി ഈ സമയം നമ്മൾ നമ്മുടെ കായ മാവിൽ മുക്കി ഇടാൻ പോവുകയാണ്. ഓക്കെ ഗൈസ്, ഇതിനെ നമുക്ക് നേരെ എണ്ണ വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ 3 എണ്ണ ഇട്ടിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഇട്ടതിൽ എണ്ണ നല്ല ചൂടായപ്പം ബാക്കിയുള്ള മുക്കണ സമയം അത് ബ്രൗൺ ആയതുകൊണ്ട് മറിച്ചിട്ടതാണ്. നമ്മളിവിടെ ഇത് മറിച്ചിടുകയാണ്. ഓക്കെ, നമ്മളിവിടെ മറിച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ വാഴയ്ക്ക ബജി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, നമ്മുടെ വാഴയ്ക്ക ബജി എല്ലാം റെഡിയാക്കി നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി എല്ലാവർക്കും നമുക്ക് കഴിക്കാനായിട്ട് കൊടുക്കാം ഗൈസ്. ഓക്കെ, എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും ഇതുപോലെ വീട്ടിലേക്ക് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ.